അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും സച്ചിനേട്ടൻ കുഞ്ഞനും എല്ലാവരും കൂടെ അവിടെ പോവാണ്. പോലൂരുള്ള അമ്പലത്തിൽ ഉത്സവത്തിന് പോവാണ്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സ് ഇതെനിക്ക് ബർത്ത്ഡേക്ക് സച്ചു അമ്പാടി സച്ചിനേട്ട കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കൂടെ ഗിഫ്റ്റ് ചെയ്ത്. അന്ന് എനിക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ ഇടാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിട്ടു. ഇനി മോള് തൊട്ടിൽ ഉറങ്ങുകയാണ്. സച്ചിനേട്ടൻ റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. ഇനി മോളെ ഒരുക്കിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ കാണിച്ചു തരാം. മോൾക്ക് ഈ ഒരു പാവാടയും പിന്നെ ഓൾറെഡി അവളെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ മേലോട്ടുള്ള ഡ്രസ്സ് ഇടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റൂം നോക്കേണ്ട മൊത്തമാണ്. സജിനാണ് വന്നിട്ട് ഫുൾ അയച്ചിട്ടിട്ട് വെച്ചിരിക്കുകയാണ്. എനിക്ക് വന്നിട്ട് ഇവിടെ റെഡിയാക്കാൻ. മോൾ ഉറക്ക് തരുന്നു കേട്ടോ, തൊട്ടില്ലാണത്. പൊന്നപ്പാ, എന്റെ പൊന്നപ്പൻ പൊട്ടൊന്നും തൊടിയാൻ പറ്റിയില്ല. മോള് സച്ചിനാണ് റെഡി ആയി നിൽക്കുകയാണ്. മോളൊരു മീഡിയം ടോപ്പാട്ടോ ഇട്ടത്. ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അച്ഛനോടും അമ്മേനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. അവരോട് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞിട്ട് വരാഞ്ഞിട്ടാട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ കുറേ നല്ല ഫ്രൂട്ട്സ് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് വാങ്ങി. ഞാൻ വാങ്ങാൻ പോയ തക്കത്തിനാണെങ്കിൽ എൻ്റെ സീറ്റിൽ എൻ്റെ മോളിരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളിങ്ങനെ ഇരുത്താൻ പാടില്ല എന്നുള്ളത്. അവൾ കരയുന്നതുകൊണ്ട് അങ്ങനെ ഇരുത്തിയതാട്ടോ. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പോകുന്നിടത്തിലൊക്കെ എന്തിനാണ് മോളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം. അവൾക്കാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കരച്ചിലുണ്ടെങ്കിലും വണ്ടിയിൽ കയറിയിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവളുടെ കരച്ചിൽ മാറും. ഭയങ്കര ബ്ലോക്കാണ്. വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ എവിടെയെങ്കിലും കുറച്ച് സമയം നിർത്തിയിട്ട് കഴിഞ്ഞാൽ അവളുടെ മൈൻഡ് മാറും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ആക്സിഡൻറ്റ് കണ്ടു കേട്ടോ. ആക്സിഡൻറ്റ് ആയില്ല, എന്തോ ഭാഗ്യത്തിന് ആ കുട്ടികൾ രക്ഷപ്പെട്ടതാണ്. ആരുടെ ഭാഗത്താണ് ശരിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്താണെങ്കിലും എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട കേട്ടോ. അങ്ങനെ അതും കണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയത്. കാരണം മോളും ഉണ്ട് വണ്ടിയിൽ. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് ഏട്ടാ മെല്ലെ പോയാതി എന്നൊക്കെ ഇങ്ങനെ പറയണം. ഒന്നാമത് ഇവിടെ എല്ലാ അമ്പലങ്ങളിലും ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ച് ഓടിക്കണം കേട്ടോ. മുന്നിലൊക്കെ എത്ര ആൾക്കാരാണ് വന്ന് പെടുകയെന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ അവസാനം സച്ചുവിൻ്റെ വീട്ടിലെത്തി കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ എത്തുമ്പോൾ എനിക്ക് വേറെ അറിയാത്ത ആരുടെ വീട്ടിൽ ചെല്ലുന്ന പോലെ ഒരു ഫീലല്ല കേട്ടോ. നമ്മളറിയാവുന്ന ഏതോ അടുത്തൊരു ബന്ധുവിൻ്റെ വീട്ടിലൊക്കെ ചെല്ലുന്ന ഫീലാണ്. സച്ചിനേട്ടാണെങ്കിൽ സ്വന്തം വീട് പോലെ തന്നെ കേട്ടോ. ഇവിടുത്തെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സച്ചു ആണെങ്കിലും പെങ്ങളാണെങ്കിലും എല്ലാവരെയും ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനെ അവിടെ നിന്നൊരു ജ്യൂസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ ഉത്സവത്തിലുള്ള സ്ഥലത്തേക്ക് വന്നു കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. ഞങ്ങൾ നേരെ പോയത് ഈ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. അതായത് ഒരു ചന്ത ഉണ്ടാവില്ലേ, അവിടത്തേക്കാട്ടോ. അവിടെ പോയിട്ട് ഫസ്റ്റ് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് ഒരു ഗെയിം കളിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഈ 50 രൂപ 30 രൂപയ്ക്കൊക്കെ കൊടുത്ത് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു ബോൾ 5 or 10 ബോൾ തരും. അതൊരു കളിക്കകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയോ നമ്പർ അങ്ങനെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ കിട്ടുന്ന സമ്മാനം തരും കേട്ടോ. സച്ചിനേട്ടൻ ഫസ്റ്റ് കളിച്ചപ്പോൾ ഒന്നും അറിയാതെ കുറേ ബോൾ ഇട്ട് കളിച്ചിട്ട് വെറുതെ 50 രൂപ പോക്കി. രണ്ടാമത് ഞാൻ കുറച്ച് അറിഞ്ഞ് കളിച്ചിട്ട് പോലും എനിക്കാകെ ഒരു 30 രൂപയുടെ കൊട്ടയാണ് എനിക്ക് കിട്ടിയത്. 50 രൂപ കൊടുത്തിട്ട് 30 രൂപ കുഴപ്പമില്ല, നമ്മൾ ഗെയിമല്ലേ. അങ്ങനെ അതും കളിച്ച് അതും വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് സന്തോഷത്തോടെ പോന്നു കേട്ടോ. ദാണ്ട് അവിടെ 100 രൂപ കളഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ വേറൊരു ചേട്ടൻ ഞങ്ങളെ മാറി വിളിക്കുന്നു. സച്ചിനേട്ടൻ വിട്ടു കൊടുക്കും. അവിടെ തോറ്റതിൻ്റെ പ്രതികാരമായിട്ട് ഇവിടെ ഞാൻ എന്തായാലും പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ആഹാസം വളയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഇവിടെ തന്നെ സാധനങ്ങൾ നമ്മൾ വളയത്തിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ഥാനം നമുക്ക് കിട്ടുമെന്ന് കേട്ടോ. പക്ഷേ 50 രൂപ അവിടെയും പോയി, അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഏട്ടനെയും കൂട്ടിയിട്ട് മോൾക്ക് കളിപ്പാട്ടം വാങ്ങുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. അവിടെ നിന്ന് പക്ഷേ മോൾക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ. ഏകദേശം സാധനങ്ങൾ അവിടെ കയ്യിൽ ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വേണ്ടി 2-3 മോതിരം വാങ്ങി, കമ്മൽ വാങ്ങി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടൻ പോയിട്ട് മോൾ ആ സ്പോഞ്ച് പോലത്തെ സാധനമില്ലേ കുട്ടികൾ കളിക്കുന്ന അതൊന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു കേട്ടോ. അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യം ഞങ്ങൾ വാങ്ങിയത് കോളിഫ്ലവർ പൊരിച്ചതായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും വാങ്ങി. സോസൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ സോസ് ഇല്ലാത്ത കഷ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കി. എന്താണെങ്കിലും ഒരു ഓക്കെ ടേസ്റ്റ് ആയിരുന്നു. അടുത്ത സച്ചിനായിട്ട് എന്തെങ്കിലും ചാറ്റ് ഐറ്റം വേണം കേട്ടോ ആഗ്രഹം. അതുകൊണ്ട് തന്നെ പാനിപ്പൂരി പറഞ്ഞു. പാനിപ്പൂരിലാണെങ്കിലും എക്സ്ട്രാ എരിവൊക്കെ ഇട്ടിട്ടാണ് വാങ്ങിയത്. അത് കഴിച്ചപ്പോഴാണെങ്കിലും എൻ്റെ പൊന്നോ ഒടുക്കത്തെ എരിവായിരുന്നു. ഞാൻ 2 കഴിച്ചു, ബാക്കി മൊത്തം സച്ചിനേട്ടൻ തന്നെയാണ് കഴിച്ചത്. എന്നിട്ട് എരിവിൽ ഞാനിങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണമെന്ന്. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് തന്നെ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഐസ്ക്രീം പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞത് ബ്ലാക്ക് കറണ്ട് എന്ന് പറയുന്ന ഐസ്ക്രീം ഇല്ല, അതിന് ഞാൻ തോന്നുന്നു കറക്റ്റ് നെയിം. അപ്പോൾ അത് വാങ്ങിയിട്ടൊന്ന് കഴിച്ചു. ഇപ്പോൾ ആണെങ്കിലോ എല്ലാവരും എൻ്റെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര മോശം കേട്ടോ.
അങ്ങനെ അത് കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിട്ട്. അപ്പോൾ നല്ല എരിവിലായി ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോൾ നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ ആ ഐസ്ക്രീം ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ ബലൂൺ കണ്ടത്. പിന്നെ മോൾക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ലല്ലോ, ബലൂണെങ്കിലും വാങ്ങാമെന്ന് വെച്ചിട്ട് അതിനകത്ത് ആദ്യം അവൻ ഡോറാബുജിനൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ബലൂണിൻ്റെ ഉള്ളിൽ പാവക്കുട്ടികളൊന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ പെൺകുട്ടിയൊക്കെ ഇങ്ങനത്തെ ഇഷ്ടമാവുമല്ലോ, അങ്ങനത്തെ ഒന്ന് വാങ്ങി. അത് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടൊരു ട്രെയിൻ പോലത്തെ സാധനത്തിൽ ഞാനും മോളും കയറി കേട്ടോ. അവിടെ കയറി നിന്നിട്ട് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും മോളെയും കൊണ്ട് കയറി ഉള്ളിലെത്തിയപ്പോട്ടോ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. സച്ചിനേട്ടൻ അതിലും ടെൻഷനായിരുന്നു. അയ്യോ കാവ് കഴിക്കും. അങ്ങനെ ഞാനും മോളും കൂടി ആദ്യമായിട്ട് ട്രെയിനിൽ പോകാം കേട്ടോ. ആദ്യത്തെ പോക്ക് തന്നെ എൻ്റെ കിളി പാറിപ്പോയി. നല്ല സ്പീഡിലായിരുന്നു കേട്ടോ പോകുന്നത്. മോളുള്ളതുകൊണ്ടാണെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. രണ്ടാമത്തെ വരുമ്പോഴത്തേക്കിന് അവൾ ഉറങ്ങിപ്പോയി കേട്ടോ. ഈ കുലുക്കം കൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ മൂന്നാമത്തേനൊക്കെ ഞാൻ അവളെ മറ്റിച്ചായി ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം. നല്ല ടെൻഷനുള്ള ഒരു യാത്രയായിരുന്നു. എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ സച്ചിനേട്ടനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇത്രയും പേടിച്ചൊരു കാര്യമൊന്നും. പിന്നെ ഇറങ്ങുമ്പോഴത്തേക്കന്നെ മോൾ ഉറങ്ങിയിട്ട് സച്ചിനേട്ടൻ തോളിലിട്ടിട്ട് പിന്നെ ഫുൾ ടൈം ട്രെയിനിൽ ഇറങ്ങി പേടിച്ചിറങ്ങി എന്നെ അങ്ങോട്ട് ഏട്ടൻ പോയത് പിന്നെ ഒരു ഫുഡ് കോർട്ടിലാട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വേണം എന്നുള്ളൊരാഗ്രഹമില്ലായിരുന്നു. കാരണം തല മൊത്തം ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കയറിയിട്ടാണോ എന്നറിയില്ല. ഞാൻ സാധാരണ കുറ്റ്യാടി ചന്തക്കൊക്കെ നമ്മുടെ ആകാശത്തൊട്ടിലൊക്കെ കയറുന്ന ഒരാളായിരുന്നു. അന്നൊന്നും ഇല്ലാത്തൊരു പേടിയായിരുന്നു കേട്ടോ ഇന്ന് മോളെയും കൊണ്ട് കയറിയപ്പോൾ ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, എന്തൊക്കെയോ കഴിച്ചു. ഏട്ടനാണ് എന്തൊക്കെയോ കഴിച്ചത്, എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതെന്താ പൊട്ടറ്റോ ഫ്രൈ ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. അതൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അങ്ങനെ അതും അകത്താക്കിയിട്ട് പിന്നെ ഷാജിയേട്ട അവിടെ നിൽക്കുന്ന അത്ര വലിയ പദ്യമല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ നേരെ പോന്നു കേട്ടോ. വരുന്ന വഴിക്കൊക്കെ നല്ല തിരക്കായിരുന്നു. എന്താണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഞങ്ങൾ എങ്ങനെയോ എസ്കേപ്പായി രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ പോലൂർ അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന് എന്തൊക്കെയോ കണ്ടു. അമ്പലത്തിൽ കയറിയില്ല കേട്ടോ. മൂക്ക് ചോറ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു ട്രെയിന് പോലത്തെ സാധനത്തിൽ കയറി എന്തൊക്കെയോ കഴിച്ചു. ഫുള്ള് ചുറ്റിക്കറങ്ങി കുറേ സാധനമൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് സന്തോഷമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ കാണാൻ പറ്റിട്ടോ. നമ്മൾ അറിയാവുന്ന കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച ഒരുപാട് ഗേൾസ് നമ്മുടെ വീഡിയോസ് കാണലുണ്ടെന്ന് അറിയായിരുന്നു കേട്ടോ. കുറേ ബോയ്സ് നമ്മുടെ വീഡിയോ കാണലുണ്ട് എന്നുള്ള ആദ്യമായിട്ടാണ് അറിയുന്നത്. ഒരു 20-25 ആ ഒരു ഏജിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നത് ഇന്നാട്ടോ എൻ്റെ ഒരു അറിവ്. ഞാൻ വിചാരിച്ചു നമ്മുടെ ഗേൾസ് ഇപ്പോൾ കോളേജ് കുട്ടികളൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ കോളേജിൻ്റെ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് വന്ന് മിണ്ടാറുണ്ട്. ഈ ഒരു കാറ്റഗറിയിലുള്ള ബോയ്സ് നമ്മളടുത്ത് വന്ന് മിണ്ടുന്നത് ആദ്യമായിട്ടാട്ടോ. അവരൊക്കെ വീഡിയോ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഏറ്റവും സന്തോഷം വെച്ചാൽ ചെറിയ കുട്ടികളല്ല നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് ചെറിയ കുട്ടികൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുടെ മക്കളടക്കം വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ സന്തോഷം. ഒരുപാട് പേരെ കാണാൻ പറ്റി. സച്ചിനേട്ടൻ്റെ കൂടെ പഠിച്ച പിന്നെ ഗേൾസ് ആണെങ്കിൽ എല്ലാവരും കാണലുണ്ട് അല്ലേ. പിന്നെ സച്ചിനേട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് കാണിക്കാറുണ്ട്. കുഞ്ഞാ കാണല്ലേ കുഞ്ഞാ വീഡിയോ? കുഞ്ഞിനൊക്കെ ഞാൻ കാണിപ്പിക്കലാണ്. അയ്യോ എൻ്റെ കൈ കടഞ്ഞു. മോൾ ഉറങ്ങിപ്പോട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇന്ന് വീട്ടിൽ ഞാൻ അങ്ങനത്തെ ഒരു ട്രെയിൻ വാങ്ങാൻ പോവാ. ഒറ്റ റൗണ്ട് ഓടിച്ചാൽ അവള് ഉറങ്ങി. ചോറൊന്നുമില്ല. ഒരു റൗണ്ടിൽ അവള് കണ്ടു തുറന്ന് നിൽക്കുന്നുണ്ട്. രണ്ടാമത്തിലൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കൊറേ എത്തുമ്പോഴത്തേക്ക് എന്നെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ നേരെ അവൾ ഉറങ്ങി. എന്റെ മോള് ഇനിയിപ്പോ വീട്ടിലെത്തിയാലും കച്ചറ. തൊപ്പി നൂരി കൊടുക്കാൻ ഇനി നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഏട്ടൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്നും തിന്നില്ല. ഒരു ഐസ്ക്രീം വാങ്ങി അത് പകുതിയാക്കി, ഒരു സാധനം വാങ്ങി അത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ അധികം വാങ്ങിയില്ല അച്ഛനേട്ടാ. ഓക്കെ, ചിക്കൻ അല്ല മസാല ദോശ അല്ല, നമ്മളെ റോഡ് സൈഡിലെ തട്ട് ദോശ. ഓക്കെ ശരി. പോകുന്ന വഴിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ കൊത്തു പൊറാട്ടയൊക്കെ ഉള്ള മസാല ദോശയൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ കുഞ്ഞൻ സാമിയാണല്ലോ. അപ്പോൾ സാമിക്ക് കഴിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിർത്തി. അപ്പോൾ അവർ പോയി അന്വേഷിക്കാൻ പോയിട്ട് അവിടെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. ഞാൻ എൻ്റെ പൊന്നപ്പം നല്ല ഉറക്കത്തിലാട്ടോ. എൻ്റെ മോള് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. കുഞ്ഞാവിന്റെ ബലൂൺ അതിന്റെ മോള് അപ്പൻ്റെ ഉറക്ക് തെളിഞ്ഞിട്ടുണ്ട്. കൊത്തു പൊറാട്ടയും മസാല ദോശയാണ് പറഞ്ഞത്. കൊത്തു പൊറാട്ടയാട്ടോ പറഞ്ഞത്. എനക്കൊരു ഇതോട്ടെ ചട്നി
എന്റെ കൊത്തു പൊറോട്ട റെഡി ആവുണ്ടല്ലോ. പിന്നെന്താ സാമ്പാർ രസമില്ല, ദോശ അടില്ല കേട്ടോ. മോളവിടെ ഇങ്ങനെ കിടത്തി ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് സീറ്റിന്റെ മോള്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിൽ നിർത്തിയിട്ടാൽ ഇങ്ങനെ തന്നെ കഴിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ, കൊത്തു പൊറോട്ട വന്നു, കഴിക്കണം. ഇതിനായിട്ട് ഇതൊക്കെ ഏകദേശം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഭയങ്കര ചൂടാണ് പറഞ്ഞിട്ട്. കൊത്തു പൊറോട്ട ഞാൻ ഇത് ചിക്കൻ കൊത്തു പൊറോട്ട അല്ലാന്ന് തോന്നുട്ടോ, മുട്ട കൊത്തു പൊറോട്ട. മുട്ട മാത്രമേ ഉള്ളൂ, ചിക്കനൊന്നുമില്ല. നല്ല ചൂടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കി തരുന്നല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇതാക്കിയേനു എന്തേ കുഞ്ഞനുണ്ടാക്കിയേനു സാമ്യാണല്ലോ. അതില് ചിക്കൻ കൊത്തുപൊറാട്ടിന്റെ ചിക്കന്റെ പ്ലേറ്റ് വാരി ഇനിയൊന്നും തിന്നാൻ പറ്റില്ല. അതിപ്പോ ഞാൻ തിന്നണം. ഏതാ പറഞ്ഞേ? പാർന്നല്ല, ബ്ലേഡ് കൊണ്ടാക്കി പോയതാ. ഇന്ത്യയിൽ പെണ്ണ് അമ്മ കൊത്തുപൊറാട്ട തിന്നാ ഓളാണ് കിടന്നോളൂ. ഇതിപ്പോ കുഞ്ഞന് വാങ്ങിയതാ, ഒന്ന് വെറുതെ. അതിലെ ചിക്കൻ കുടി. അപ്പൊ സാമിയല്ലേ, സാമിയുടെ മസാല ദോശ ഉണ്ടാക്കിയാൽ ചിക്കൻ കുടി. അപ്പൊ അത് സച്ചിനായിട്ട് കഴിക്കാട്ടോ. പിന്നെ നല്ല കാപ്പി ഉണ്ട്. സാമിക്ക് ഒന്നുമില്ലാത്ത ഫ്രഷ് കിട്ടിയിട്ടാ സാമി തരണോ. അപ്പൊ രണ്ടാമത്തെ ഞാൻ ഇപ്പൊ തിന്നേണ്ടി വന്നല്ലോ. കാപ്പി കാണിച്ചു കൊടുത്ത്. കാപ്പി എന്താ ദിവസം? ഓക്കെ, ഞാൻ എന്നാ കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തിയിട്ടോ. വീട്ടിൽ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിക്കുന്ന കേട്ടോ. അമ്മ പിന്നെ അങ്ങനത്തെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഫാൻസി സാധനങ്ങളാണ് കൊണ്ടുവന്നത്. പിന്നെ അമ്മ നോക്കുന്നത് മോൾക്ക് കൊണ്ടുവന്ന ബലൂണാട്ടോ. പിന്നെ ഇത്രയും സമയം അവരെ രണ്ടുപേരെയും കാണാത്ത സങ്കടത്തിൽ മോൾ അവരുടെ കൂടെ കളിക്കുക കേട്ടോ. വന്നപ്പോൾ എന്തൊക്കെയോ അവരോട് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ പോയതാന്നൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയും. ബൈ ബൈ.